ലൈറ്റ് ഒരു വേവ് ആണെന്നാണ് ഹൈഗൻസ് പറയുന്നത്. അതുപോലെ വേവ് ഫ്രണ്ട് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്ന് കണ്ടെത്താനുള്ള മാർഗവും അദ്ദേഹം നൽകുന്നു. ഒരേ സമയം ഒരേ രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ കൂട്ടത്തെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റും സെക്കൻഡറി വേവ്സിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ സെക്കൻഡറി വേവുകൾക്ക് വരയ്ക്കുന്ന കോമൺ ടാൻജന്റ് അല്ലെങ്കിൽ എൻവലപ്പ് ന്യൂ വേവ് ഫ്രണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻകമിംഗ് പ്ലെയിൻ വേവ് ഫ്രണ്ട് മിററിൽ തട്ടുമ്പോൾ അത് മിററിൽ ഹിറ്റ് ചെയ്യുന്ന ആ പോയിന്റ് റിഫ്ലക്റ്റഡ് വേവ്സിനുള്ള സോഴ്സായി മാറുന്നു. ഈ റിഫ്ലക്റ്റഡ് വേവ്സിന് വരയ്ക്കുന്ന കോമൺ ടാൻജന്റ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻസിഡന്റ് റേസിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതിനാൽ നമ്മളിവിടെ വേവ് ഫ്രണ്ടിനെയാണ് വരയ്ക്കേണ്ടത്. വേവ് ഫ്രണ്ടിനെ ഇൻസിഡന്റ് റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇത് ഇൻസിഡന്റ് റേക്ക് പെർപെൻഡിക്കുലർ ആണ്. റിഫ്ലക്റ്റഡ് സെക്കൻഡറി വേവ് മിററിൽ നിന്ന് വരുന്നതിനാൽ മിററിലെ ഓരോ പോയിന്റും ഹൈഗൻ സോഴ്സ് ആയിരിക്കും. ഇൻസിഡന്റ് ലൈറ്റ് ഹൈഗൻ സോഴ്സിനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും സെക്കൻഡറി വേവ്സിനെ തരികയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഹൈഗൻ സോഴ്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഇത് സെക്കൻഡറി വേവ്സിനെ തരുന്നു. എന്നാൽ വേവ് ഫ്രണ്ട് മുന്നിലേക്ക് മൂവ് ചെയ്യുന്തോറും കൂടുതൽ ഹൈഗൻ സോഴ്സസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും സെക്കൻഡറി വേവ്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെല്ലാം വരയ്ക്കുന്ന കോമൺ ടാൻജന്റ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഹൈഗൻ സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താണ് നമ്മളിവിടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനെ വരയ്ക്കാൻ പോകുന്നത്. റിഫ്ലക്റ്റഡ് വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്തിൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നു. ഇവിടെ റിഫ്ലക്റ്റഡ് വേവിന്റെയും ഇൻസിഡന്റ് വേവിന്റെയും സ്പീഡ് സെയിം ആയതിനാൽ റിഫ്ലക്റ്റഡ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻസിഡന്റ് വേവ് ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഈ ഹൈഗൻ സോഴ്സിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് വേവിനെയാണ് ഈ ആർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ഹൈഗൻ സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ അതിനെ ഉൾപ്പെടുത്തി ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന കോമൺ ടാൻജന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനെയാണ്. ഈ വേവ് ഫ്രണ്ടിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ റിഫ്ലക്റ്റഡ് റേസിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു നോർമൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമാണ്. നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻസിഡന്റ് ട്രയാങ്കിളിലാണ്. ഈ ആംഗിൾ 90 - I ആയതിനാൽ ഈ ആംഗിൾ I ആയിരിക്കും. ഇവിടെ കാണിച്ചിട്ടുള്ളത് റിഫ്ലക്റ്റഡ് ട്രയാങ്കിളിനെയാണ്. ഈ ആംഗിൾ R ആണെങ്കിൽ ഇത് 90 - R ആയിരിക്കും. അതിനാൽ ഈ ആംഗിൾ R ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഹൈപ്പോടെന്യൂസ് കോമൺ ആണ്. ഈ ആംഗിളും കോമൺ ആണ്. ആർക്ക് വരച്ചപ്പോൾ ഈ ഡിസ്റ്റൻസും സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതിനാൽ ട്രയാങ്കിൾസിന്റെ ഈ സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇവ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയതിനാൽ, അതായത് സർവ്വസമ ത്രികോണങ്ങളായതിനാൽ നമുക്ക് ഇവിടുന്ന് I = R എന്ന് കിട്ടുന്നു. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് കിട്ടുന്നു.